നല്ല കലശലായ പനിയും ജലദോഷവും ഒക്കെ പേറിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദീർഘനേരം നിങ്ങളെ ആവേശഭരിതരാക്കാനുള്ള ഒരു പ്രസംഗം സമ്മാനിക്കാനുള്ള ഒരു ഊർജം തൽക്കാലം എനിക്കില്ല. എങ്കിലും കയ്യടിയുടെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞതാണ്. കയ്യടി എന്ന് പറയുന്നത് അംഗീകാരവും ഒപ്പം ആ അംഗീകാരം നൽകുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വൈകാരികമായ പ്രകടനമാണ് കയ്യടി. അതൊട്ടും ശോഷിച്ചു പോകാൻ പാടില്ല. നേട്ടങ്ങൾ സർവജന സമക്ഷം കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മേൽക്കൊണ്ട് മുന്നോട്ട് എല്ലാ അർത്ഥത്തിലും കൂടുതൽ ആർജവത്തോടെ പ്രവർത്തിക്കാനുള്ള ഇന്ധനം കൂടിയാണത് എന്ന് പെട്രോളിയം വകുപ്പ് കൂടി ഉള്ളതുകൊണ്ട് ആ ഇന്ധനത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണമല്ലേ. ആ ഇന്ധനമാണ് നിങ്ങൾ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചത്. സ്വർഗീയനായ ദീൻദയാൽ ഉപാധ്യായജി അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമാവുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തന ആസ്ഥാനം എന്ന നിലയ്ക്ക് ഗംഭീരമായി അതിഗംഭീരമായി തന്നെയാണ് ഇത് ആലപ്പുഴയിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗാംഭീര്യം. ഞാൻ അവിടെ മഹത്വം കാണുന്നു. ആലപ്പുഴ എന്ന് പറഞ്ഞ് ഞാനൊന്ന് ചേർത്തപ്പോൾ ഉടനെ അത് സ്വാർത്ഥതയാണ്, അമ്മ വീടാണ് എന്നുള്ള ധാരണ വേണ്ട ആർക്കും. ആലപ്പുഴ വലിയ സാക്ഷ്യമാണ്. ലോകം തന്നെ കണ്ടിട്ടുള്ള മൂല്യാധിഷ്ഠിതമായ സമര മുറകൾക്ക് ഒരുപക്ഷെ അക്കാലത്ത് വിപ്ലവത്തിൻ്റെ പുതിയ മുഖം സമ്മാനിച്ച വഞ്ചനയും ചതിക്കുഴിയുമൊക്കെ അതിൻ്റെ പരിണിത ഫലത്തിൻ്റെ നമ്മുടെ നേട്ടത്തിന് ഒരുപാട് കോട്ടം സൃഷ്ടിച്ചെങ്കിലും വഞ്ചനയും ചതിയും ഉണ്ടായിരുന്നു. ചില താഴെത്തട്ട് വിഭാഗങ്ങൾ അതിനകത്ത് വഞ്ചിതരായി എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും ഒരവകാശ സമരത്തിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള ചുറുചുറുക്ക് അത് അംഗീകരിച്ചേ മതി. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നഷ്ടമായി. അവിടെ നിന്ന് ഒരുപക്ഷെ കിഴക്കിൻ്റെ വെനിസ് എന്ന് പറയുന്ന അടിയുറച്ച ഒരു വ്യവസായ ബന്ധിതമായ സംബന്ധിതമായ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. കയർ മാത്രമൊന്നുമല്ല, മറ്റു പല ഉൽപ്പന്നങ്ങളുടെയും ക്രയ വിക്രയ കേന്ദ്രമായി ശോഭിച്ചിരുന്ന ഒരു പട്ടണവും ഒരു പ്രദേശവും അന്ന് മുങ്ങിത്താണ് മങ്ങലിൽ നിന്ന് എന്നും ഉദിച്ചുയരാൻ വെമ്പൽ പൂണ്ട് നിൽക്കുന്ന ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സങ്കല്പത്തിലെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വയനാട് മാത്രമല്ല, ആലപ്പുഴയും അങ്ങനൊരു ആസ്പിറേഷണൽ അതിന് മലയാളത്തിൽ പറയേണ്ടത് വികസന അഭികാമ്യത കാമ്യത പ്രകടിപ്പിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. അതിനെ ജില്ല എന്ന പേരിൽ വിളിച്ചാൽ ആലപ്പുഴ ജില്ല. ഉയർപ്പിന് നമുക്ക് പല മാർഗങ്ങളുണ്ട്. വികസനത്തിൻ്റെ കീഴിൽ വിഭാവനം ചെയ്ത് കൃത്യമായ ആസൂത്രണം വഴി പദ്ധതികൾ നമുക്ക് കൊണ്ടുവന്ന് ചേർത്ത് ഒരുപക്ഷെ അടിയേറ്റ് കിടക്കുന്ന പ്രദേശങ്ങൾ, ചെറുപ്രദേശങ്ങൾ നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ അടിത്തട്ട് കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഓരോ പഞ്ചായത്ത് വാർഡാണ്. ആ ഓരോ പഞ്ചായത്ത് വാർഡിൻ്റെയും സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഉടനെ കോൺക്രീറ്റും JCBയും മിക്സറും കമ്പിയും
വാർപ്പും അല്ല. അടിസ്ഥാന ജീവിത സൗകര്യം സുഖകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ പ്രദേശത്തിൻ്റെ മണ്ണിൻ്റെയും കാറ്റിൻ്റെയും എല്ലാ അംശങ്ങളുടെയും സ്വഭാവങ്ങളെ അതിൻ്റെ ബിഹേവിയറിനെ ഉൾക്കൊള്ളുന്ന വികസനം ഇത് സാധ്യമാകും. ഒരുപക്ഷെ ഞാൻ വേദിയിലിരിക്കുന്ന ആരെയും അഡ്രസ്സ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ചിട്ടയിലുള്ള ഒരു പ്രസംഗത്തിൻ്റെ ആളേ അല്ല ഞാൻ. ഇരിക്കുന്ന എല്ലാവരോടും ബഹുമാനമുള്ളത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിഷയത്തിലേക്കാണ് വരേണ്ടതെന്ന് എനിക്ക് തോന്നി. തുടക്കത്തിൽ ഞാൻ പറയുകയും ചെയ്തു, ആലപ്പുഴ പോലെ ഒരു പശ്ചാത്തലമുള്ള നഗരത്തിൽ ഇങ്ങനെ ഒരു തലയെടുപ്പ് എന്ന് പറയുന്നത് അഭിമാനിക്കാൻ കൂടുതൽ അളക്കാൻ പറ്റാത്ത അത്രയും അഭിമാനകരമായ നേട്ടമാണെന്ന് തോന്നിപ്പിച്ചെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അഭിമാനത്തിൻ്റെ അളവ് ഞാനിവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഉയർപ്പിന്, ബൈബിളിൽ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പിന് സമാനമായ, മരിച്ചിട്ടില്ല, മയക്കി കിടത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഉയർന്നു വന്നു, ഉയർത്തെഴുന്നേറ്റ് വന്നു അവൻ അവശേഷിക്കുന്ന നാടിൻ്റെ രക്ഷയ്ക്കായി എന്ന് പറയുന്നത് പോലെ ആലപ്പുഴ ജില്ലയുടെ രക്ഷയ്ക്കായി ഒരുപക്ഷെ ജനസംഘം തുടങ്ങിയുള്ള സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഒരു പ്രവർത്തന സ്വഭാവം എന്ന് വിമർശകർ പറയുമെങ്കിൽ പോലും സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടിയുള്ള പടയൊരുക്കത്തിലും പടനിശ്ചയത്തിലും ഈ ജനസംഘം ഉണ്ടായിരുന്നു എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ നടന്ന സംവിധാനത്തിന്മേലുള്ള ചർച്ചകളിൽ നിന്ന്. ആരാണ് യഥാർത്ഥ ഭാരതീയൻ? ജനങ്ങളുടെ എന്ന അർത്ഥത്തിൽ ഫോർ, ബൈ, ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ഒരുപക്ഷെ തുടക്കം കുറിച്ചവരിൽ അങ്ങനെ വ്യക്തമായ ഒരു സെഗ്മെന്റേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വേർതിരിവുകളൊന്നും ഉണ്ടായി കാണില്ല. രാഷ്ട്രീയ ചുവയും ഭാവവും ചിലപ്പോൾ അന്നുണ്ടായി കാണില്ല. ഇന്ന് പക്ഷേ അതിന് ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തെ ഭരണത്തിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള യാത്രയും അതിനിടയ്ക്ക് വന്ന വിഘടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില തടസ്സങ്ങൾ, അതിനുശേഷം കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന ഭരണം, ഇതൊക്കെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഭാരതത്തിൻ്റെത് എന്ന് പറഞ്ഞ് സ്ഥാപിതമായിട്ടുള്ള ഏകാത്മ മാനവ ദർശനം, അതിന്റെ ഉദ്ധാരം, അത് ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് നവജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് യോഗ്യമായി സ്ഥാപിച്ച മഹാന്റെ പേരിലാണ് ഈ സ്ഥാപനം. ആലപ്പുഴ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡിസ്ക്രിപ്റ്റിലുമുള്ള നെററ്റീവിലുമുള്ള ആലപ്പുഴയിൽ ഇത് തലയുയർത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് അഭിമാനത്തിന് വീണ്ടും ആക്കം കൂട്ടുന്നതാണ്. ഇവിടെ തന്നെ ഞാൻ ഈ ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര്, ഇപ്പൊ ഉപദേശകരുടെ എണ്ണം വളരെ കൂടുതലായി. ഉപദേശകരുടെ നാണ് ഇപ്പോ ലോകവും രാജ്യവും പ്രദേശവും നമ്മുടെ വീട് പോലും. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ പേരിലൊരു മുറി അവിടെ ഒരുക്കാൻ ആദ്യം അവരോട് പറയും. അവരോട് പറയൂ എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ അത് ഏത് കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന്. അല്ലെങ്കിൽ നമുക്കല്ലേ അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടാകുന്നത്. അവരോട് പറയൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് ആൾക്കാരാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. പക്ഷെ അന്നേരവും എനിക്ക് തിരിച്ചവരോട് പറയാൻ പറ്റുന്നില്ല, അതാണോ ഞങ്ങൾ ആദ്യം നിശ്ചയിച്ചത്, അതാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാൻ പറ്റുന്നില്ല. ഇവിടെ
രഞ്ജിത് ശ്രീനിവാസനുമുണ്ട്, മാരാർജിയുമുണ്ട്, പരമേശ്വർജിയുണ്ട്. എല്ലാം ദീൻദയാൽ എന്ന് പറയുന്ന ഒരു ഉരക്കീഴ്. ഇതാവണം ഒരു പക്ഷേ ഝാൻസി റാണിയും ഝാൻസി രാജാവും എല്ലാം ഇവിടെ ഉണ്ട്. എനിക്ക് ഒറ്റ വിഷമമേ ഉള്ളൂ. നമുക്ക് രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ പ്രവർത്തനം ഇതെല്ലാം ഉണ്ടാവണം. അതെല്ലാം ശക്തമായി തന്നെ ശ്രീ സുരേന്ദ്രനും എത്തിക്കൊണ്ടിരിക്കുകയാണ് വേദിയിലേക്ക്. സ്വാഗതം പോകുന്ന ഞാൻ ഏറ്റെടുക്കുന്നു. സ്വാഗതം, സുസ്വാഗതം. തൃശ്ശൂരിന്റെ MP ആണ് സ്വാഗതം മോദിയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഉണ്ടാകും. സുരേന്ദ്രൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പാലക്കാട് സ്വീകരണം കിട്ടിയപ്പോൾ പ്രസംഗിച്ച പ്രസംഗത്തില് ഒരു തലവാചകം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വരിയുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ 50 അല്ല 60% നമുക്ക് അവർക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിൽ നേടാൻ സാധിക്കും. ഇതെവിടെയെങ്കിലുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അടുത്ത സാധ്യതയാണെന്നൊരു സൂചന നൽകുമ്പോൾ അതിന്റെ വാല് പിടിച്ച് പായാനുള്ള ആർജവം നമുക്കുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ജയിച്ചേ മതിയാവും. ജയിക്കുന്നത് മാത്രമാണ് ഈ ലോകം അംഗീകരിക്കുന്നത്. വിജയം മാത്രമാണ്, ശതമാനമൊന്നും ആരും അംഗീകരിക്കില്ല. നമുക്ക് വിജയിച്ച എണ്ണം തിളച്ചു മറിയണം, തികയ്ക്കണം. ആ തികവിലേക്ക് ഞാനിവിടെ ആലപ്പുഴയിൽ ആലപ്പുഴ മണ്ണിൽ പിറന്നു വീണ ഒരു മകനെന്ന നിലയ്ക്ക് സംസ്ഥാന അധ്യക്ഷനോട് മുന്നോട്ട് വയ്ക്കുന്ന ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ അധ്വാനമെല്ലാം പാഴായിപ്പോകും. മാത്രമല്ല, അങ്ങനെ പാഴാകുന്ന അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന നിരാശ എന്ന് പറയുന്നത് ഘനീഭവിച്ച അതൊരിക്കലും വളർച്ചയ്ക്കല്ല, തകർച്ചയ്ക്ക് മാത്രമാണ് വളർന്നിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ പുതിയ നിശ്ചയങ്ങൾ നമുക്കുണ്ടാകണം. ഇതൊരു ധന്യ മുഹൂർത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വേദിയിലും ഈ വേദി നിലകൊള്ളുന്ന വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആവണം പുതിയ തീരുമാനങ്ങൾക്ക്. എല്ലാ വേദിയും നമുക്ക് ആശംസകളും അഭിനന്ദനങ്ങളും മാത്രം അർപ്പിക്കാനുള്ളത്. പൊതുവെ ഒരുപക്ഷെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണർത്തിയെടുക്കേണ്ടതായ ചില ചിന്തകളുണ്ടെങ്കിൽ അതിൻ്റെ ക്രോഡീകരണം കൂടി ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് ഉള്ള ജൽപ്പനങ്ങളെന്ന് വിളിച്ചാൽ അങ്ങനെ തന്നെയും വിളിക്കും. അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വരേണ്ടത് മുമ്പോട്ടുള്ള ജനക്കുള്ള ശക്തി പകർന്നെടുക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം, ആ സൃഷ്ടിയുണ്ടാകും. എനിക്കൊരു രാഷ്ട്രീയവും ഉണ്ടായിരുന്ന ആളല്ല. ഒരിക്കലും രാഷ്ട്രീയമേ ഉണ്ടാവില്ല എന്ന് ഉറച്ച വാഗ്ദാനം നൽകിയാണ് 2014 മാർച്ച് 5-ാം തീയതി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയത്തിലേക്കുമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയതിന് ഏറ്റവും വലിയ സാക്ഷി നിങ്ങളുടെ തന്നെ ഒരു മുതിർന്ന പ്രവർത്തകൻ രാജഗോപാലാണ്. മുത്തു ANR എന്നൊക്കെ അറിയുന്ന ആളാണ്, സാക്ഷിയാണ്. ആർക്കും അത് ഇവിടുത്തെ ചില ആൾക്കാർ തള്ളുന്ന പോലെ തള്ളാണെന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും പറ്റുന്നില്ല. സാക്ഷികളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നെഞ്ചു വിരിച്ച് തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ എന്നെ അന്നം മുട്ടിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് സംഭവിച്ച. അന്ന് തന്നെ അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ താരവഴിയിലേക്ക് ഇറങ്ങി വരുന്ന രാഷ്ട്രീയത്തിന്റെ താരവഴിയിലാണ്.
ഒരു പുസ്തകം എഴുതിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെ ചില മഹാന്മാർ. പക്ഷെ അതൊന്നും അല്ല മാർഗം എന്ന് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ട എന്നുള്ള നിശ്ചയത്തിലാണ്. രാജ്യ താല്പര്യം കൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോഴും ഓഡിറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ഓഡിറ്റിന് ഒരു സാധ്യതയുമില്ല. എങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. രാജ്യസഭയിൽ നിന്ന് 6 വർഷം നിങ്ങളുടെ ഉന്നതനായ ശക്തനായ ഇന്നീ രാജ്യം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ രാജ്യസഭയിൽ വന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ പൈസ ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ കൊണ്ടുപോയിട്ടില്ല. പാർലമെന്റ് അക്കൗണ്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുകൾ അത് വ്യക്തമാക്കും. ആർക്ക് വേണമെങ്കിലും ഒന്ന് പരിശോധിക്കാം. ഇപ്പോ ജൂൺ 9-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി മുതലുള്ള ശമ്പളത്തിൽ നിന്ന് നയ പൈസ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അത് ഇനിയും തൊടുകയില്ല. 2022 ഏപ്രിൽ മാസം 24-ാം തീയതി റിട്ടയർ ചെയ്ത് 25 മുതൽ 25,000 രൂപ പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ തുകയിൽ ഇന്ന് വരെയും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് തൊട്ടിട്ടില്ല. ഇതിനെല്ലാം വ്യക്തമായ ഓഡിറ്റുണ്ട്. മാത്രമല്ല, ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്തു വന്ന പരിപാടികൾക്ക് അവരെ കൊണ്ട് ആ ടിക്കറ്റിന്റെ സമാനമായ തുക ആ അക്കൗണ്ടിൽ അടപ്പിച്ചതും പാവങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ട്. ഞാൻ ഈ തൊഴിലിന് വേണ്ടി വന്ന ആളല്ല. വൈകാരികമായിട്ട് വികാരഭരിതരായിട്ട് രാജ്യത്തിന് വേണ്ടി ഇറങ്ങിയ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപിടി നേതാക്കളുണ്ട് അവിടെ. അവരെ പിന്തുണയ്ക്കാനും അവരുടെ പാതയിൽ ധീരഭേരി മുടക്കി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന് പിൻബലമേക്കാൻ വന്ന ആൾ മാത്രമാണ്. അതങ്ങനെ തന്നെ. അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കലും വരും. അതൊക്കെ നമ്മൾ അത്രയും അങ്ങനെ സാധിക്കും. കാരണം നമ്മുടെ ഉദ്ദേശം വലുതാണ്. ഉദ്ദേശം സത്യസന്ധമാണ്. ഇതേ ഉദ്ദേശം പേറി വന്നവർ സത്യസന്ധമായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പഴയകാല രേഖയും നമ്മുടെ മുന്നിൽ നല്ല വെട്ടിപ്പായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ചർച്ചയാണ് 2 ദിവസം വെള്ളിയും ശനിയുമായി ലോക്സഭയിലും തിങ്കളും ചൊവ്വയുമായി രാജ്യസഭയിലും നടന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ച തുടങ്ങി വെക്കുന്നതിന് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയവർക്കെല്ലാം പിന്നീട് ഒരു അബദ്ധമായി എന്ന് തോന്നിയ ഒരു ചരിത്രമാണ് പുതുതായി സംവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചവർ ഒരുപക്ഷെ ഇപ്പൊ പശ്ചാത്തപിക്കുന്നുണ്ട്. കൂടുതൽ സത്യങ്ങൾ ജനങ്ങൾ അറിയാം. അതിന് മാത്രമാണ് അത് വഴിതെളിച്ചത്. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. വളരെ അഭിമാനത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാനിപ്പം നന്ദി പറയുന്നത് ദൈവത്തോടാണ്. ശ്രീമാൻ അമിത് ഷാജിക്കും ശ്രീമാൻ ജഗത് പ്രകാശ് നഡ്ഡയ്ക്കും ഇങ്ങോട്ട് വരണ്ട, പകരം ദൈവം ഉദ്ഘാടനം ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചതിന് ഞാൻ സുരേന്ദ്രൻ പടയാളി കൂട്ടത്തിൽ കൂടുതൽ ഊർജം പകരുന്ന ഒരു സംഗമം ആവട്ടെ ഈ ഉദ്ഘാടന സമ്മേളനം എന്ന മാത്രം സ്ഥാപിച്ചതിന് മഹാനായ ദീൻദയാൽജിയുടെ പേരിലുള്ള ഈ സൗധം
ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പുതിയ ശുദ്ധീകരിച്ച മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന, ആശ്രയം നൽകുന്ന ഒരു കൂരയായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ബഹുജന സമക്ഷത്തേക്കുള്ള നിർവഹണത്തിനുള്ള കരുത്താർജിക്കുന്ന കേന്ദ്രമായിരിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ഈശ്വരാനുഗ്രഹത്തോടെ ഇട്ടിരിക്കുന്ന എല്ലാ മുതിർന്ന എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകർക്കും, അതിനു മുമ്പുണ്ടായിരുന്ന ജനസംഘം പോലെയുള്ള സംഘം പോലെയുള്ള എല്ലാ സംഘടനയിലെ ബലിദാനികളെയും അടിയന്തരാവസ്ഥക്കാലത്ത് ഒരുപക്ഷെ ജീവച്ഛവങ്ങളായി അവശേഷിച്ച് ഒരുപക്ഷെ ഇന്ന് മൺമറഞ്ഞു പോയതും ഇപ്പോഴും പല അവസ്ഥകളിൽ കഴിയുന്ന ബലിദാനികൾക്ക് തുല്യരായ എല്ലാ മഹാനുഭാവന്മാരെയും ഓർത്ത് അവരുടെ അനുഗ്രഹാശിസുകളോടെ ഇവിടെ ഇരിക്കുന്ന സംസ്ഥാന അധ്യക്ഷന്റെ അനുവാദത്തോടെ ഇത് ബഹുജന സമക്ഷം തുറന്നു വെച്ചതായി അറിയിക്കുന്നു.